ബാഹുബലി കാണുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളറിയാം, ആസിക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ എന്നെ ആ വഴിയില്ല, അല്ല ആസിക്ക നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു മലേഷ്യയിൽ നിന്നൊരു പുള്ളിക്കാരി ഇവിടെ വരുന്നു, മലേഷ്യൻ ക്യാരക്ടേഴ്സ്, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എക്കോ കാണുന്ന സമയത്ത് മാത്തിച്ചാട്ടത്തിയുടെ വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡം അത് തന്നെയായിരുന്നു. കിഷ്കിന്ധാകാന്ഡം അപ്പോൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുള്ളി ഒരു പെർട്ടിക്കുലർ ബ്രീഡാണ്. അങ്ങനത്തെ റൈറ്റർ ഭയങ്കര അപൂർവമാണല്ലോ. കുറച്ചുകൂടെ ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞത് ദൈവിക +2 ബയോളജി ഷോർട്ട് ഫിലിം ആയിരുന്നു. അന്നും പേരറിയില്ല. പാറ്ററിയുന്ന ചേട്ടൻ, ഭാര്യയ്ക്ക് വേണ്ടി പാറ്ററിയാൻ പോയ ചേട്ടൻ എന്ന് പറഞ്ഞു. ഫ്രീഡം ഫൈറ്റ് വന്ന സമയത്ത് അതിൽ രജീഷ് എന്നെ തെറി വിളിക്കുന്നുണ്ട്. കുറച്ചാൾ എന്നെ ആ തെറി ബേസ് ആ ബ്രോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ ഒരു നടൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പടം കിട്ടി പോകാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാനിപ്പോഴും ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ നോക്കുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല. കുറേ പോയിട്ടുണ്ട്, കുറേ ഓഡീഷൻസ് പോയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി തിരിഞ്ഞ് തന്നെയാണ് ഇതുവരെ എത്തിയത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ യുറേക്ക എന്ന് പറയുന്ന യുറേക്ക ടീം, അവരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ സിനിമ പോലെ തന്നെ കണ്ടന്റ് ചെയ്യുന്നത്. അവരുടെ റിയാക്ഷൻസും അവരുടെ അഭിനയവും എല്ലാം ലിറ്ററലി ലൈക്ക് സിനിമയാണ്. ആക്ടേഴ്സ് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഔദാര്യം എന്നുള്ളൊരു ഫാക്ടറിലും ജീവിക്കുന്നവരാ. ഇത്രേ തരാൻ പറ്റൂ, നിനക്ക് ഓക്കെ ആണോ? ഓക്കെ, നല്ലതാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് രാവിലെ പോയി ഡബ് ചെയ്യുന്ന, അപ്പോൾ സൗണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു റിസർച്ചാണ്. അത് പുള്ളി കണ്ടുപിടിക്കുന്നത് ഗൂഗിളിലുള്ള സമയത്തല്ല. ഇത്രയും ആക്ടിങ് ജേർണൽസോ അല്ലെങ്കിൽ ഇത്രയും പേര് ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നൊരു പോയിന്റിലല്ല ഇത് പുള്ളി കണ്ടുപിടിക്കുന്നത്. ബോൺ ആക്ടർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബോൺ അസറ്റ്സ് ആണ് ഉണ്ടാകുന്നത് ഒരു നടൻ എപ്പോഴും. ചിരി, കമൽഹാസൻ പറയുന്നത് ലാലേട്ടൻ ചിരിച്ച ലൈറ്റ് ഹൗസ് ആണെന്ന് പറയുന്നത് ചിരി, അത് ബ്ലസ്ഡ് ആണ്. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒരു പാക്കപ്പ് പരിപാടി വൈറലായില്ലേ, അതിൽ ബാക്കിൽ നിന്ന് ലാലേട്ടൻ ചെയ്യുന്ന സാധനം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എമ്പുരാനിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട് തമിഴ്, ഭയങ്കര രസമാണ്. അതും ഞാനത് റിപ്പീറ്റ് കണ്ടിട്ടുണ്ട്. ആസിക്കയായിട്ടൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ടാവും. അത് ആസിക്കയോട് ആര് വർക്ക് ചെയ്താലും മനസ്സിലാവും. തലവൻ്റെ ഷൂട്ട് കഴിഞ്ഞൊരു ദിവസം എന്നെ പുള്ളിയുടെ കാറിൽ കണ്ണവം ഫോറസ്റ്റ് മുതൽ കണ്ണൂർ വരെ വന്ന് പോർത്തൂടിൽ നിന്ന് സിനിമ കാണിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഞാൻ മറ്റൊരു വണ്ടർ വേൾഡിലായിരുന്നു പുള്ളി എന്നെ കൊണ്ടുപോകുന്ന സമയത്ത്. പുള്ളിക്ക് എന്നെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ പുള്ളി അത് ചെയ്യും. ഞാൻ പറയാം, എന്നെ മാത്രമല്ല എല്ലാവരെയും പുള്ളി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. നോ ക്യാപ്പിനൊപ്പം ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് രഞ്ജിത്ത് ശേഖറാണ്. നമസ്കാരം രഞ്ജിത്ത്. നമസ്കാരം, താങ്ക് യു. ഈ രഞ്ജിത്ത് ശേഖർ എന്നുള്ള ഒരു പേരിനേക്കാൾ അപ്പുറത്തേക്ക് ഈ മുഖമാണ് എപ്പോഴും പ്രേക്ഷകരിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇവൻ ആരാ, ഇവന് ഇവൻ ഓക്കെ എന്ന് പറഞ്ഞ് അടുത്തൊരു പരിപാടി വരുന്നു. അപ്പോൾ അപ്പോഴും ചിലവൻ പേരറിയണം എന്നില്ല. അപ്പം കുറേ നാൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ പടം ഒറ്റമുറ വിളിച്ചോണ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നിങ് പടമാണ്. അത് ആരും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഡാഗിനിയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞത് ദൈവിക +2 ബയോളജി ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പോൾ അന്ന് പാറ്ററിയാൻ പോയ ചേട്ടനല്ലേ എന്ന് പറയുമായിരുന്നു. അപ്പം അന്നും പേരറിയില്ല. പാറ്ററിയുന്ന ചേട്ടൻ, ഭാര്യയ്ക്ക് വേണ്ടി പാറ്ററിയാൻ പോയ ചേട്ടൻ എന്ന് പറയും. അത് കഴിഞ്ഞ് ഫ്രീഡം ഫൈറ്റ് വന്നായിരുന്നു. ആക്ച്വലി ഫ്രീഡം ഫൈറ്റ് വന്ന സമയത്ത് അതിൽ രജീഷ് എന്നെ തെറി വിളിക്കുന്നുണ്ട്. കുറച്ചാൾ എന്നെ ആ തെറി ബേസ് ആ ബ്രോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആക്ച്വലി കുറച്ച് ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടെ പേര് മനസ്സിലായി തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഫേസ് മനസ്സിലാക്കി ഇവൻ ആരാ, ഇവൻ്റെ പേരെന്തോ, ഇവൻ്റെ പേര് ഇതായിരുന്നോ എന്ന് മനസ്സിലാക്കാൻ ഓഡിയൻസിനൊരു ടൈം എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അവസാനമായിട്ട് കണ്ടത് KCF 2 ഒരു ചൊറിയനായിട്ടുള്ള CPO പ്രവീണിനെയാണ്. ഇപ്പോൾ എക്കോ സിനിമയുടെ ഒരു സുപ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ട്. സിനിമ വലിയ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ സിനിമ വന്നു, പക്ഷെ വലിയ വിജയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ അത്രത്തോളം ഏറ്റെടുത്തു. എത്രത്തോളം സന്തോഷത്തിലാണ് സിനിമയുടെ ഭാഗമായ ഒരാളെന്ന രീതിയിൽ? ഭയങ്കര സന്തോഷത്തിലാണ്. ഇത് വായിക്കുന്ന സമയത്ത് ഇത് വായിക്കുന്നു, ഫസ്റ്റ് ഡേ ഇത് ബാബുജി വിളിക്കുന്നു, നമ്മൾ അവിടെ പോകുന്നു, നിജിത്തേട്ടനുണ്ട്. അപ്പോൾ വായിക്കുന്ന ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടാകും. ഇത് വായിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് ഒറിജിനലാണ്. ഇതുപോലത്തെ ഒരു പടം മുന്നേ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു മലേഷ്യയിൽ നിന്നൊരു പുള്ളിക്കാരി ഇവിടെ വരുന്നു, മലേഷ്യൻ ക്യാരക്ടേഴ്സ്, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ വരുമ്പോഴും അങ്ങനത്തെ കഥയെ കേട്ടിട്ടില്ല. ഇത് ഒറിജിനലാണെന്നറിയാം, പക്ഷേ ഇത്രയും ആൾക്കാർ കാണുമോ? ഇതിൻ്റെ അവസാനത്തെ കുറച്ച് പോർഷൻസ് കാണിക്കുന്നില്ല, ഒരു വിഷ്വലായിട്ട് കാണിക്കുന്നില്ല, എന്നാൽ എല്ലാം പറയുന്നുമുണ്ട്. ഇത് മതിയോ? ഓഡിയൻസ് അത്രയും പ്രോഗ്രസ്ഡ് ആയോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് അന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. പ്രോഗ്രസ്ഡ് ആയി, ഓഡിയൻസ് അത്രയും പ്രോഗ്രസ്ഡ് ആയി. ആൻഡ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ശരിക്കും ബീയിങ് എ മലയാളി ഭയങ്കര അഭിമാനമുള്ളൊരു പരിപാടിയാണ്. കാരണം നമ്മളെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു പടം വന്നു, ഇതൊരു സ്റ്റെപ്പാണ്.
ഇങ്ങനെയും പടം ചെയ്യാൻ പറ്റും, എല്ലാം കാണിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞ പല ജോണേഴ്സിലുള്ള പടം വരും. ഇതൊരു ടൈപ്പ് ഓഫ് ഫിലിമാണ്. ഈ ടൈപ്പ് ഓഫ് ഫിലിം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ പ്രോഗ്രഷനാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോഴാണല്ലോ ഇനിയും പടങ്ങൾ വരിക. ഇനി ഇതിൻ്റെ മേളിൽ പടം ഉണ്ടാക്കാനായിരിക്കും നമ്മൾ നോക്കുക. അപ്പം നമ്മുടെ ഇൻഡസ്ട്രി വലുതാവും. നമ്മുടെ ഇൻഡസ്ട്രി അതർ ഇൻഡസ്ട്രീസ് നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രി മാറുന്നത് ഇതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ കിഷ്കിന്ധകാണ്ഡം മേക്കേഴ്സിൻ്റെ അടുത്ത് നിന്നൊരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് അവർ ഒറ്റ സിനിമയിലൂടെ തന്നെ. അപ്പോൾ എങ്ങനെയായിരുന്നു രഞ്ജിത്ത് അതിലേക്ക് ഇന്നാവുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ ഇന്നാവുന്നത് CPO പ്രവീൺ വഴിയാണ്. ഞാൻ KCF സീസൺ 2ൻ്റെ അപ്പം എന്നെ AK ആണ് കാസ്റ്റ് ചെയ്യുന്നത്, അഹമ്മദ് കബീറാണ് കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് വായിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ ബാഹുലിനെ ആദ്യമായിട്ട് കാണുന്നത്. ബാഹുൽ കാണുന്ന സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളറിയാം, ആസിക്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ആ വഴിയില്ല, അല്ല ആസിക്ക നിങ്ങളുടെ പ്രൊഫൈൽ അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്നെയാണ്. ഞാൻ പറഞ്ഞല്ല, അങ്ങനെ തലവനിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. ബീങ് നമ്മളങ്ങനെ എപ്പോഴും ഡെയിലി വിളിച്ച് അങ്ങനെയൊന്നും അല്ലാതെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. സെറ്റുകളിൽ ഇപ്പോൾ ഞാൻ കാണാറുണ്ട്, ഒരു കണക്ഷനുണ്ട്, ഒരു ബോണ്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു വർഷം പോലും ആസിക്ക എടുത്തൊരു ചാൻസോ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ അടുത്ത് ബാബുജി പറഞ്ഞിട്ട് ബാബുജി ഇൻസ്റ്റ കാണിച്ചു തന്നപ്പോഴേക്കും യെസ്, ആസിക്ക എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഗുഡ് ആക്ടർ ഇനി ഓപ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. അത് കിഷ്കിന്ധകാണ്ഡൻ്റെ സമയത്തായിരുന്നു. അപ്പം ഞാൻ ഞെട്ടി, ഓ മൈ ഗോഡ്, ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. എന്നോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നത്. അവിടുന്ന് അത് വായിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ KCF ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിങ്ക് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പം എനിക്ക് തോന്നുന്നു അതിലുള്ള ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യും വേറെ ഈ ക്യാരക്ടേഴ്സ് എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ. ഒരു റൈറ്റർ പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ പുള്ളിയിൽ കുറേ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇതിൽ ഇംപ്രൊവൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലായിരിക്കും എനിക്ക് തോന്നുന്നു പുള്ളിക്കൊരു ഹുക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് അടുത്ത പടം ഓണായി എന്ന് അറിഞ്ഞപ്പം കിഷ്കിന്ധകാണ്ഡം അപ്പോൾ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പുള്ളി ഒരു പെർട്ടിക്കുലർ ബ്രീഡാണ്. അങ്ങനത്തെ റൈറ്റർ ഭയങ്കര അപൂർവമാണല്ലോ. അങ്ങനെ കിഷ്കിന്ധകാണ്ഡം ഇറങ്ങുന്നു, ഹിറ്റാവുന്നു, KCF ഇറങ്ങുന്നു, അത് വർക്കാവുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ പടം അനൗൺസ് ചെയ്തില്ല, ഇങ്ങനെ എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു പോയിന്റ് വരുന്നത്. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാലോ എന്നുള്ള ലെവലിൽ വളരെ യാദൃച്ഛികമായി മീറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എന്ന് ചോദിക്കാൻ പോയപ്പോഴേക്കും പുള്ളി പറഞ്ഞു, മാർച്ച് ഏപ്രിലൊക്കെ നിങ്ങളുടെ പരിപാടി എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പരിപാടിയില്ല, ഓക്കെയാണ്. അല്ല ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കുമോ? ഞാൻ പറഞ്ഞു, ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്ന്. ഓണാണ്, റെഡിയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് സോമൻ എന്ന ക്യാരക്ടറിലേക്ക് വരുന്നത്. ഇപ്പോൾ സന്ദീപും ബിനുചേട്ടനുമാണ് കോമ്പിനേഷനിൽ വരുന്നത്. രണ്ടുപേരുമാണെങ്കിലും കിടിലം പെർഫോമൻസ് ആണ്. അപ്പൊ സന്ദീപിന്റെ ഒരു റേഞ്ച് മാറിയതും നമ്മൾ കൺമുന്നിൽ കാണുന്നതാണ്. ഒരു ഫാലിമിയിലൊക്കെ ചെറിയൊരു അനിയും പയ്യനായിട്ട് വന്ന് പടക്കളത്തിൽ വേറൊരു ലെവൽ. എക്കോ കണ്ട് പുള്ളി വേറൊരു എക്സ്ട്രീം ആയിരിക്കുന്നത്. ഈ സന്ദീപിന്റെ കേസ് പറയുകയാണെങ്കിൽ സന്ദീപിന്റെ പടക്കളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത്. ഇത് കാസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്തെ പടക്കളം ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആരാണ് ചെയ്യുന്നത്? രഞ്ജിത്തേട്ടനോട് ചോദിക്കുകയാണ്, ആരാണ് ചെയ്യുന്നത്? പറഞ്ഞത് സന്ദീപാണ് ചെയ്യുന്നത്. അപ്പം ചോദിച്ചാൽ ഭയങ്കര അത്ഭുതമായി. കാരണം പുള്ളി ഭയങ്കര പെർഫോമറാണ്. ഫാൽമി ചെയ്തിട്ടുണ്ട്, ജിംഖാന അപ്പോഴേക്ക് ഇറങ്ങി ആ ഒരു സമയമായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണത് കാസ്റ്റ് ചെയ്യുന്നത്? അപ്പം പുള്ളി പറഞ്ഞു, അന്താക്ഷരിയിലാണ് ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ ഭയങ്കര ധൈര്യവും തോന്നി, അതായത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, ഒരു മാർക്കറ്റുള്ള നടൻ്റെ പിന്നാലെ പോവാതെ കണ്ടൻറ്റ് വിശ്വസിച്ച് അങ്ങനെ വേണമല്ലോ കുറച്ച് സിനിമകൾ ബേസിക്കലി. അങ്ങനെ ഒരു പ്രൊഡ്യൂസറും വരുന്നു, ഇവരതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് വെൽ ഡിസേർവിങ് ആണ് സന്ദീപ് എന്ന് പറഞ്ഞൊരു ആക്ടർ. അത് വെൽ ഡിസേർവിങ് ആണ്. ഫാലിമി ആവട്ടെ, അന്താക്ഷരി ആവട്ടെ, ജിംഖാന ആണെങ്കിലും എല്ലാം പുള്ളി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പടക്കളം ഇറങ്ങി, ഷൂട്ട് തുടങ്ങി, കുറച്ച് ദിവസം ഷൂട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ ബ്രേക്കായി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ കൊച്ചി വന്ന് ഞാൻ പടക്കളം കണ്ടു. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. അപ്പോഴാണ് ഞാൻ പറയുന്നത്, പുള്ളി അറിയുന്നുണ്ട് ഇവിടെ ഹിറ്റാവുന്നുള്ളൂ, പക്ഷെ അവിടെ റേഞ്ചൊന്നുമില്ല. നമ്മളുള്ള സ്ഥലം കാട്ടിനകത്ത് റേഞ്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ പറയുന്നത്, ബ്രോ നിങ്ങൾ ഭയങ്കര വൈബാണ് അവിടെ, നിങ്ങൾ ഹിറ്റാണ്, നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ആ പടത്തിൻ്റെ പോസ്റ്റേഴ്സിലൊക്കെ സന്ദീപ് ഭയങ്കര ചെറുതായിരുന്നു ആദ്യം. എനിക്കൊന്ന് ആദ്യം സോഷ്യൽ മീഡിയയിലും അതെ. അത് കഴിഞ്ഞാണ് പുള്ളി അത് ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ പടം പുള്ളി ശരിക്കും ഏറ്റെടുത്തു.
പുള്ളി ഇപ്പോൾ പടക്കളം എന്ന് പറയുന്നത് തന്നെ അറിയുന്നത് എനിക്കൊന്ന് സന്ദീപിലൂടെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ബാഹുലിന്റെ രണ്ടാമത്തെ സ്ക്രിപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ ആദ്യത്തെ KCF 2-ലാണെങ്കിൽ ഒരു ചൊറിയൻ രീതിയിൽ തിരുവനന്തപുരത്തുകാരനാണ് അറിയാം, എന്നിട്ടും ആ ഓട്ടോ ചേട്ടന്മാരോടൊക്കെ പോയി ചൊറിയുമ്പോൾ അതെ. നമുക്ക് പോലും ഒരു പേടി തോന്നും. പിന്നെ അതേപോലെ ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കുക എന്നുള്ളൊരു കാര്യമില്ല, എനിക്ക് തോന്നുന്നു KCF 2-ന്റെ എന്തായാലും നമ്മുടെ ഒരു പോർഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അല്ല, KCF 2 ഫുള്ള് വായിച്ചു, ഞാൻ അവിടെ നിന്ന് വായിച്ചായിരുന്നു. അത് അവർ തന്നൊരു ഫ്രീഡം കേട്ടോ. അവർ ഫുള്ള് വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എന്താ തോന്നുന്നത് മനസ്സിലാക്കാം, നോക്കാം എന്നുള്ള പോയിന്റ് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ഇരുന്ന് തന്നെ ഞാൻ വായിക്കുമായിരുന്നു. ഇവരുണ്ടായിരുന്നു, ഇവർ വെയിറ്റിങ്. AKയും ബാബുജിയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അകത്തിരുന്ന് വായിച്ചിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ബാഹുലിന്റെ എഴുത്തിനെ കുറിച്ചിട്ട് ഭയങ്കര മാന്ത്രികതയാണെന്നൊക്കെ എല്ലാവരും, കാരണം ഒരു ലൂപ്പ് ഹോളുകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത, എന്നാൽ എക്കോയിലാണെങ്കിലും സ്പൂൺ ഫീഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, ശരിക്കും ബാഹുലിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ആ വിഷ്വൽ എങ്ങനെയാണ് കണക്റ്റ് ആവാറുള്ളത്? വിഷ്വൽ എഴുതുന്ന പുള്ളി എന്നോട് ഫസ്റ്റ് ഇത് ബാഹുലിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നത് ആസിഫ് അലിയാണ്. തലവൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ വളരെ റാൻഡമായിട്ട് ഒരു ഷോട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നോട്, ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചാൽ അടുത്ത പരിപാടി എന്താ ആസിക്കാന്ന് ചോദിച്ചും പറഞ്ഞു, എടാ അടുത്ത ഇങ്ങനെ കിഷ്കിന്ദ കാണ്ട എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ബാഹുലാണ് എഴുതിയിരിക്കുന്നത്, അത്യുഗ്രൻ റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും, അത്യുഗ്രൻ റൈറ്റിംഗ്, ഓക്കെ അതെന്ത് റൈറ്റിംഗ് ആണ്, ഓക്കെ വരട്ടെ എന്നുള്ള പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് പോകുന്നു. കിഷ്കിന്ദ ഇറങ്ങുന്നതിന് മുന്നെയാണ് KCF ഓണാവുന്നത്. KCFന് വായിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോഴാണ് ഞാൻ ബാഹുൽജി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ വായിച്ചപ്പം KCF വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി എന്തുകൊണ്ടാണ് അത്യുഗ്രൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഫുൾ വിഷ്വലാണ് എഴുതുന്നത്, ഒന്നും ചേഞ്ച് ചെയ്യാണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന സിനിമ ഓൾമോസ്റ്റ് അതിൽ തന്നെ ഉണ്ടാവും, എഴുത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പം എക്കോ ഡെഫിനറ്റ്ലി KCF ആണെങ്കിലും എല്ലാം എഴുത്തിൻ്റെ മേളിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സിനിമ നമുക്ക് അതിൽ കാണാൻ പറ്റും വായിക്കുന്നിടത്ത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് പുള്ളി ഇത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ബേസിക്കലി. കാരണം അത് ഭയങ്കര രസമായിട്ട് എഴുതുന്നത്. ഇതിലുള്ള ഓരോ ഡയലോഗ്സും പുള്ളി ലോക്ക് ചെയ്തിട്ടാണ് ഡ്രാഫ്റ്റ് തരുന്നത്. പിന്നെ മോഡിഫിക്കേഷൻസ്, ചെറിയ മോഡിഫിക്കേഷൻസ് വരാറുള്ളൂ. അത്രയും കൺവിക്ഷനിലൂടെയാണ് എല്ലാം എഴുതുന്നത്. നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും എന്താണ് ഏതാണെന്നുള്ളത്. ഇൻകംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ 2 സ്ക്രിപ്റ്റിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലൂപ്പ് ഹോൾസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അതെനിക്കറിയില്ല. പക്ഷേ എല്ലാത്തിനും പ്രശ്നങ്ങളും ഇല്ലായ്മയൊക്കെ ഉണ്ടാവും. ഇതൊരു മാജിക് അല്ലേ. നമ്മൾ ഒരു സമയം ഓഡിയൻസിനെ എത്രത്തോളം ആ വേൾഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ബുദ്ധി പരിപാടിക്ക് അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് അതാണ് ഇമ്പോർട്ടൻ്റ്. ഒരു വേൾഡിലേക്ക്, ഇപ്പം നമ്മൾ ഈ എക്കോ കാണുന്ന സമയത്ത് നമ്മൾ ആദിച്ചേട്ടത്തിയുടെ വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. കിഷ്കിന്ദ കാണ്ടോ അത് തന്നെയായിരുന്നു. എഴുത്തിൻ്റെ ഈ അവസാനം നമുക്ക് ക്ലൈമാക്സിൽ കിട്ടുന്ന ഈ ഒരു പീക്ക് ലെവല്, ആ തിരക്കഥ വായിച്ചപ്പോഴും അതിൻ്റെ അവസാനം ആ കിക്ക് എങ്ങനെയായിരുന്നു? ഒരു മൊമെന്റ് ഫസ്റ്റ് റീഡാണ്, ഭയങ്കര കിക്കായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പം തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇത് ഫസ്റ്റിൻ്റെ മില്യൺ കേസാണ്, ഇങ്ങനൊരു പടം, ഇങ്ങനെ എഴുത്ത്. നമ്മൾ ചോദിക്കുമല്ലോ, ഇതും കിടിലമായിട്ടുണ്ട്, അടിപൊളിയാണ്, പക്ഷേ ഇത് നമ്മൾ ഓഡിയൻസിന് മനസ്സിലാവുമോ, ഓഡിയൻസിന് ഇത് കിട്ടുന്നുണ്ടാവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ കാണിക്കണ്ടേ എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതേ വിഷ്വൽ വേറൊരാളുടെ രീതിയിൽ നേരത്തെ കാണിക്കുന്നുണ്ട് മലേഷ്യയിൽ. അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിക്കും നമ്മൾ ഓഡിയൻസിനെ പിന്നെയും കുറച്ചുകൂടെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നാലും നമുക്ക് ഡൗട്ടുണ്ട്, ഓഡിയൻസ് ഇത്രയും പ്രോഗ്രസ്ഡ് ആയോ, ഓഡിയൻസിന് മനസ്സിലാവും, അവർ തെറി വിളിക്കത്തില്ലേടാ, ഇത് അവസാനത്തെ പോർഷൻ നിനക്ക് കാണിച്ച എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അവർ ക്ലിയർ ആയിരുന്നു, അവർക്ക് പക്ക ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇത് വേണ്ട, ഇത് കാണിക്കണ്ട, അല്ലാതെ തന്നെ ഇത് ഓഡിയൻസിന് മനസ്സിലാവും എന്നുള്ളത്. അതല്ലേ ശരിക്കും, അതാണ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. ഒറ്റമുറി വെളിച്ചം എന്ന സിനിമയിലൂടെ രാഹുൽ റിജി നായരുടെ ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചൊരു സിനിമേൻ്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് സിനിമയിലേക്ക് എത്തുന്നത്. രാഹുലും ട്രാവൽ ചെയ്യുന്നുണ്ട്, രഞ്ജിത്തും ട്രാവൽ ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത് ശരിക്കും മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്പേസ് ഇപ്പോൾ എവിടെയാണ് കാണുന്നത്? അയ്യോ, അങ്ങനെ ഞാൻ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ നോക്കുന്ന യാത്രയിലാണ്. എൻ്റെ ലൈഫിൽ ഞാൻ രാഹുൽ ഒരുമിച്ച് തുടങ്ങുന്നതാണ്. എൻ്റെ ഒരു ബീങ് എ ഫ്രണ്ട്, അതിനപ്പുറത്തേക്ക് എല്ലാ ക്രിയേറ്റേഴ്സും അവരുടെ ക്രിയേഷൻസ് ഭയങ്കര ഒരു മക്കളെ പോലെ കാണുന്നൊരു പരിപാടിയായിരിക്കും. അപ്പോൾ അവരത്രയും പ്രിയപ്പെട്ട അതായിരിക്കും. അതിൽ എനിക്ക് ബീങ് എ ഫ്രണ്ട് അല്ലാതെ ബീങ് എ ഫ്രണ്ട് ആയിട്ട് പോലും ഇവനത് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം ധൈര്യത്തോടെ കണ്ട ആൾ രാഹുലാണ്.
സംടൈംസ് മോർ ദാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും എല്ലാം അതിനപ്പുറത്തേക്ക് എന്നെ കോൺഫിഡൻസ് എന്നിൽ അർപ്പിച്ചത് എനിക്ക് തോന്നുന്നു രാഹുലായിരിക്കും. കാരണം ദർ ഷുഡ് ബി എ ഫസ്റ്റ് മാൻ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്, അത് പുള്ളിയാണ്. പുള്ളി തന്നുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരും അത് കണ്ട ഓരോരുത്തരും അടുത്ത ഓരോ പരിപാടിക്ക്, ഇപ്പം അഖിൽ ദൈവിക പ്ലസ് ടു ബയോളജി ആണെങ്കിലും അർച്ചന 31 ഔട്ടിൽ അഭിനയിച്ചിട്ട് ഫ്രീഡം ഫൈറ്റ് രജീഷർ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന ഒരു ഭയങ്കര ഡിഫറെൻറ്റ് മൈൽ സ്റ്റോൺ ആയിരുന്നു എനിക്കത്. CPO പ്രവീൺ, അഹമ്മദ് കബീർ, അത് അങ്ങനത്തെ റോള് തരുന്നു. അവിടെ നിന്നാണ് എനിക്ക് എക്കോ വരുന്നത്. ബാബുൽ അവിടെ നോക്കി ഇയാൾക്ക് ഈ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതൊരു യാത്രയാണ്. ഞാൻ എവിടെ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ, സ്പേസ് ആയിട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു അതത്ര ഈസി ആയിരിക്കില്ല. ഡിജിറ്റൽ യുഗത്തിൽ ഒരു നടൻ കൺസിസ്റ്റൻ്റായിട്ട് പടം കിട്ടി പോകാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാനിപ്പോഴും ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ നോക്കുന്നതേ ഉള്ളൂ, എത്തിയിട്ടില്ല. ആക്ടർ എന്ന രീതിയിൽ എത്രത്തോളം മോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ടർ, ഞാൻ നേരത്തെ പറയുന്നത്, ആക്ടറിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. റൈറ്റർ, ഡയറക്ടർ, ഒരു പ്രൊഡക്ഷൻ, ഒരു പ്രൊഡ്യൂസർ, ഡെഫിനറ്റ്ലി. കാരണം റൈറ്റർ എഴുതുന്നതായിരിക്കും ഒരു ആക്ടറിന് ചെയ്യാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നല്ലതാണോ മോശമാണെന്ന് തീരുമാനിക്കുക ഡയറക്ടറാണ്. ഡയറക്ടറാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത് ഫോർ എ സിനിമ. പ്രൊഡ്യൂസർ തീരുമാനിക്കണം, ഇവൻ ഓക്കെയാണ്, ഇവനെ വയ്ക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇത്രയും പേരുണ്ടെങ്കിൽ ഒരു ആക്ടറുള്ളൂ. എൻ്റെ ഒരു ലെവലിലുള്ള, ഞാൻ പറഞ്ഞൊരു മാർക്കറ്റുള്ള നടൻ്റെ കാര്യമല്ല പറയുന്നത്, എൻ്റെ ലെവലിൽ ഒരു അപ്കമിങ് ഒരു സ്ട്രഗ്ലിങ് ആക്ടറിൻ്റെ കാര്യം പറയുന്നത്. അപ്പം എനിക്കിതുവരെ കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു ആക്ടിങ് ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള ഡെഫിനറ്റ്ലി റീസൺ അവർ തന്നെ ആയിരിക്കും. ഞാൻ മോശമായിട്ടുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. കാരണം അവർ നന്നാക്കാൻ എന്നെ ശ്രമിച്ചിട്ടുണ്ടാവും, ഞാൻ നന്നാവാത്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നെക്സ്റ്റ് ഡോർ ഫേസ് ആയിട്ട് എപ്പോഴും രഞ്ജിത്തിന് തോന്നാറുണ്ട്. കാരണം പേരറിയില്ലെങ്കിലും ഒരുപക്ഷെ രഞ്ജിത്തിനെ കണ്ടു ഞാൻ അറിയാലോ എന്നൊരു സാധനം എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ ഒരു സിനിമയിൽ സഹായകമായിട്ട് തോന്നിയിട്ടുണ്ടോ? സഹായമാണ് ശരിക്കും പറഞ്ഞാൽ. സിനിമയിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മളെ പല റോൾസിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. മുഖം ഓർക്കും. അപ്പുറത്തെ വീട്ടിലെ പയ്യൻ, അല്ലെങ്കിൽ ഇവൻ ഇതിൽ കാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ അത് തിരിച്ചറിയപ്പെടാതിരിക്കാൻ ചാൻസസ് ഉണ്ട്. ഇയാളാണോ ഇപ്പം എക്കോയ്ക്ക് വേണ്ടി തിയേറ്റർ വിസിറ്റ് പോകുന്ന സമയത്ത് തന്നെ ഇവനാണോ അവൻ എന്ന് മനസ്സിലാക്കാൻ ഓഡിയൻസിന് വന്ന് നോക്കിയിട്ട് ഓയ് നിങ്ങളായിരുന്നോ മനസ്സിലായില്ല, ചിലപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരാറുണ്ട്. പക്ഷെ അത് ഓക്കെയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലായാലും മതി, ഓക്കെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു നിവിൻ പോളി എന്ന് പറയുന്നൊരു ആക്ടർ, പുള്ളിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ട് ഞാൻ കാണുന്നത് പുള്ളി ബോയ് നെക്സ്റ്റ് ഡോർ എന്നുള്ളൊരു ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിലേക്ക് എത്താൻ കുറച്ച് എളുപ്പമായിരിക്കും, അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ നേരത്തെ സിനിമ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ നമുക്കൊരു സിനിമ വരുമ്പോൾ അതിൻ്റെ കണ്ടന്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിൻ്റെ വലുപ്പം നോക്കിയിട്ടോ ഒക്കെ നമുക്കത് ചൂസ് ചെയ്യാം. പക്ഷേ നമുക്കത് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാനും ഉള്ളൊരു പ്രിവിലേജിലാണോ ഇപ്പോൾ രഞ്ജിത്ത്? റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവിലേജ്ഡ് അല്ല, പക്ഷേ നല്ലത് ചെയ്യണം എന്നുള്ളതുണ്ട്. റിജക്ഷൻസിനല്ല. ചിലപ്പോൾ അത് എനിക്ക് സെറ്റ് ആവുന്നുണ്ടാവില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മോശമാവുമെന്ന് തോന്നുന്ന സാധനങ്ങൾ അത് അവർക്കൊരു ബാധ്യതയല്ലേ ഞാൻ പോയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് ഞാൻ ചെയ്താൽ ചിലപ്പം വർക്ക് ആവണം എന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ ഇനി വരേണ്ടി വരുന്നു, ഞാൻ കുറച്ചുകൂടെ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടെ കഥാപാത്രങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഡെഫിനറ്റ്ലി ഇപ്പം എക്കോ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സിനിമ ചെയ്യുമ്പോഴേ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായിരിക്കാം, നമ്മൾ നല്ല ടീമിൻ്റെ പാർട്ടാവുന്നതിൻ്റെ ആയിരിക്കും. അതേപോലെ നല്ല ടീമുകൾ വരിക എന്നുള്ളതാണ്. നല്ല ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഇനി നോക്കുന്നത്. നല്ല ടീം, നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് കണക്റ്റഡ് ആവുക. ബേസിക്കലി നമുക്ക് കണക്ട് ചെയ്യാതെ എന്ത് ചെയ്താലും കാര്യമില്ല, നമ്മളത് വിട്ട് നിൽക്കത്തേ ഉള്ളൂ. നമ്മളും കൂടെ ഇന്നാവുക, നമ്മളും കൂടെ അതിൻ്റെ പാർട്ടാവുക എന്നുള്ളതാണ്. ഈ സുഹൃത്തുക്കളുടെ ഒപ്പം സിനിമ തുടങ്ങുമ്പോൾ പിന്നീട് ആ ഒരു കംഫർട്ട് സ്പേസിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഒരു വലിയൊരു അന്തരം ഉണ്ടാവും മറ്റ് ടീമിനുമായിട്ടൊക്കെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ശരിക്കും എങ്ങനെയാണ് അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ഓഡിഷൻസിനൊക്കെ അയക്കാറുണ്ടോ? ഹണ്ടിങ് ഒരുപാട് ഓഡിഷൻസ് ചെയ്തിട്ടാണ് ഓഡീഷൻസ് ഒന്നും സെലക്ട് ആവാതെയാണ് ഞാൻ ഒറ്റമുറി വെളിച്ചത്തിലേക്ക് വരുന്നത്. അതുവരെ ഞാൻ കുറേ പോയിട്ടുണ്ട്. മമ്മൂട്ടി ഫാക്ടറി പോയിട്ടുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. കുറേ പോയിട്ടുണ്ട്, കുറേ ഓഡീഷൻസ് പോയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി തിരിഞ്ഞ് തന്നെയാണ് ഇതുവരെ എത്തിയത്. അത് ഇതിൻ്റെ പാർട്ടാണ്.
ബീങ് ആൻ ആക്ടർ സ്ട്രഗിൾസ് ഉണ്ടാവും. നമ്മൾ ഒരു പോയിന്റിൽ എത്തിയിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് ഇതിൻ്റെ പാർട്ടാണ്. പക്ഷെ അത് ഒരുപാട് പേർക്ക് ഇൻസ്പയർ ചെയ്യുന്നു തോന്നുന്നു എനിക്ക് രഞ്ജിത്ത്. കാരണം Definitely. ഇത്തരത്തിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്ട്രഗിൾസിലുള്ള എനിക്കൊരു കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയത്തില്ലേ നമ്മൾ അയാളെ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമുക്കൊരു അതിൽ കാര്യമില്ല. നമ്മൾ അൺലെസ് നമ്മൾ പൂർവ്വമാവാതെ നമുക്കൊരു ഓപ്ഷനും കിട്ടില്ല. ഇപ്പം കുറച്ചുകൂടെ ഓക്കെയാണ്, കാരണം റീല് വഴി ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. ഒരു കുറച്ചുകൂടെ പെട്ടെന്ന് ഡയറക്ടേഴ്സിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അയച്ചു കൊടുക്കാൻ പറ്റും. എൻ്റെ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, യൂട്യൂബാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഷോർട്ട് ഫിലിംസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് കുറച്ച് കുറവാണ്, കാരണം റീലുകളിലാണ് കൂടുതൽ വരുന്നത്. അന്ന് ഷോർട്ട് ഫിലിംസ് മാക്സിമം ചെയ്യുക, അത് കാണുക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേവിക പ്ലസ് ടു ബയോളജി ചെയ്യുന്ന സമയത്ത് എന്താവും നമുക്കറിയില്ല, അത് വൈറലായി. ആ വൈറാലിറ്റി കൊണ്ട് എനിക്ക് അപ്പോൾ സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജിസ്മോൻ ചേട്ടൻ എൻ്റെ അടുത്ത് തലവൻ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, എടാ ഞാൻ നിന്നെ നോട്ട് ചെയ്യുന്ന ദേവിക പ്ലസ് ടു ബയോളജിയിലാണ്, ഞാൻ അപ്പം നോട്ട് ചെയ്ത് വെച്ചാന്ന് പറഞ്ഞു. അത് ആഫ്റ്റർ 3 ഇയേഴ്സാണ് എനിക്ക് തലവൻ കിട്ടുന്നത്. അപ്പം അന്ന് ചെയ്തത് ആഫ്റ്റർ 3 ഇയേഴ്സാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഇത് എന്താണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കീപ്പ് ഓൺ ഡൂയിങ്. ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ റീൽസ് ആണെങ്കിലും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. വൺ ഡേ യു വിൽ ക്രാക്ക്. ഇപ്പോൾ കണ്ടന്റുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അത്തരത്തിൽ? കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള സിനിമകളുടെ മുൻനിരയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ട്രെൻഡ് അത്തരത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കണ്ടന്റ് കഴിവുള്ളവരാണ്. അതെ കണ്ടന്റ് ക്രിയേഷനിലുള്ള അഭിനയവും സിനിമ അഭിനയവും തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം കുറേ പേര് വരുന്നത് ഭയങ്കര സ്കിൽഡായിട്ട് തന്നെയാണ് വരുന്നത്, കാരണം അവർക്ക് ആ റേഞ്ച് മാറ്റാനും കുറയ്ക്കാനും ഒക്കെ പറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ യുറേക്ക എന്ന് പറയുന്ന യുറേക്ക ടീം, അവരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ സിനിമ പോലെ തന്നെ കണ്ടന്റ് ചെയ്യുന്നത്. അവരുടെ റിയാക്ഷൻസും അവരുടെ അഭിനയവും എല്ലാം ലിറ്ററലി ലൈക്ക് സിനിമയാണ്. അവരിപ്പം ഭയങ്കരമായിട്ട് ഒരുപാട് പരിപാടികളിൽ വരുന്നുണ്ട് സിനിമയിൽ തന്നെ, അല്ലാതെ അവർക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്. അവർ ഭയങ്കര പ്യുവർ ഒതൻറ്റിക് ആയിട്ട് എനിക്ക് ഒറിജിനൽസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് അഭിനയത്തിൽ. അങ്ങനെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നൊരു ആക്ടറുണ്ട്. ഞാൻ എവിടെ എത്തിയിട്ടില്ല, എന്നാലും ഞാനിത് കാണുന്ന സമയത്ത് ഞാനത് സേവ് ചെയ്ത് വയ്ക്കും. ഗുഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അപ്പം നമ്മൾ വേറെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുമോ എന്നുള്ള പോയിന്റിൽ ഞാനിത് അയച്ചു കൊടുക്കും, സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിങ്ങനെ ആരോ സജസ്റ്റ് ചെയ്താണല്ലോ നമ്മൾ വരുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പം ഞാനത് നോക്കി കാണാറുണ്ട്. ഞാൻ എല്ലാ കണ്ടൻറ്റും കാണാറുണ്ട്. എല്ലാവരെയും പറ്റുന്ന കണ്ടൻസ് എല്ലാം ഞാൻ ഫോളോ ചെയ്യും. അവരിൽ നിന്ന് കുറേ പഠിക്കാൻ പറ്റും. ഞാൻ യുറേക്കൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളൊരു കണ്ടന്റ് സംസാരിക്കാറുണ്ട്, നിങ്ങൾ കണ്ടന്റ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കുമോ, ഞാൻ വന്ന് കണ്ട് പഠിച്ചോട്ടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ പലരോടും പല സമയത്തും ഞാൻ ചോദിക്കാറുണ്ട്. ഓഡീഷൻസ് ഇപ്പോഴും നടക്കുന്ന സമയത്ത് ഓഡീഷൻസിന് പോകുക എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഓഡിഷൻ ചെയ്യുന്നില്ലെന്ന് വെച്ചോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ബിന്ദു ഒരു ഓഡിഷന് പോകുന്നു വെച്ചോ, ഞാൻ വന്ന് കൂടെ അഭിനയിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ്ഡ് ആവില്ല. ആൻഡ് ഓൾസോ എനിക്ക് അഭിനയിക്കാൻ പറ്റുവാണല്ലോ വേറൊരാളായിട്ട്. അന്ന് എനിക്ക് ഈ ബേസിക്കലി ഒരു അഭിനയം എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. ദർ ഈസ് നോ തിയറി ബിഹൈൻഡ് ഇറ്റ്. ഒരു 365 ദിവസം അഭിനയിക്കാൻ പറ്റുവാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ബ്ലിസ് വേറെ ഇല്ല. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്കിൽഡ് ആവാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. സോ എന്നും അഭിനയിക്കുക. അത് വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? വർക്ക്ഷോപ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇറങ്ങാത്ത ഷോർട്ട് ഫിലിംസ് ആയാലും മതി, അഭിനയിച്ചാൽ ഓക്കെയാണ്. ഇത് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇറങ്ങാതെ നമുക്ക് ചെയ്യാം, പ്രോബ്ലം ഇല്ല. ഓൺ ഡെയിലി ബേസിസ് യു ആക്ട്, പ്രോഗ്രഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ പഠിക്കും എങ്ങനെ അഭിനയിക്കരുതെന്നുള്ളത്. ഒരു പ്രതിഫലം എന്നുള്ള ഒരു കാര്യത്തിൽ എപ്പോഴും കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതെപ്പോഴും വരും, അത് എന്നും പെട്ടുകൊണ്ടിരിക്കും. അത് ആരുടെയും പ്രശ്നമല്ല. അൺലെസ് യു ആർ സക്സസ്ഫുൾ. ഈ സക്സസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ നമ്മുടെ അടുത്ത് റേറ്റ് ചോദിച്ചിട്ട് ഓക്കെ ഇന്നൊരു സാധനം ഇന്ന റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്നു. അതർവൈസ് അവർ പറയും, ആക്ടേഴ്സ് എപ്പോഴും ഞാൻ പറയില്ല, ഔദാര്യം എന്നുള്ളൊരു ഫാക്ടറിൽ ജീവിക്കുന്നവരാ. എടാ ഇത്രേ തരാൻ പറ്റൂ, നിനക്ക് ഓക്കെ ആണോ? ഓക്കെ, നല്ലതാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യും. അത് നമ്മൾ ചെയ്ത് ഒരു സക്സസ് കൊണ്ടുവരിക. നമ്മൾ കാരണം ഒരു സിനിമ ഓടാണ്ട ഒരു പോയിന്റ് വരുമ്പോഴല്ലേ നമുക്കൊരു എമൗണ്ട് ഓഫ് മണി വരുന്നത്. നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ആലോചിക്കണമല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ. എക്കോ എന്ന് പറയുന്നൊരു പടം ഉണ്ടാവാനായിട്ടുള്ള മേജർ റീസൺ ഐ തിങ്ക് ദാറ്റ്സ് പ്രൊഡ്യൂസർ.
ഇങ്ങനത്തെ പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ പ്രൊഡ്യൂസർ വരുന്നു, ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവരെ ഇത് ദാറ്റ് ഈസ് ജസ്റ്റ് ഇൻ ദ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, അത് എടുത്തുകൊണ്ട് പോകുന്നത് പ്രൊഡ്യൂസർ തന്നെയാണ്. അപ്പം നമ്മൾ അവരുടെ പോയിന്റിൽ നിന്നും കൂടെ ആലോചിക്കണ്ടേ എന്നുള്ളതാണ്. ഒന്നും തരാതെ ഡെഫിനറ്റ്ലി നമ്മൾ ചോദിക്കുന്നൊരു എമൗണ്ട് ഓഫ് മണി അവരുമായിട്ട് ഒത്തുപോകാതെ വരാം, ചിലപ്പോൾ ഒത്തുപോകാം, എല്ലാ രീതിയിലും ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഓക്കെയാണ്. കാരണം ഇവിടെ ഉള്ള എല്ലാവരും, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ നന്നായി ഡീൽ ചെയ്യുന്ന, വളരെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവരും ആദ്യമേ തുറന്നു പറയും ഇത് ഇത്രയാണ് പറയാൻ പറ്റുന്നത് എന്നുള്ളത്. അല്ലാതെ അവസാനം അങ്ങനെ ഇതുവരെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ബേസിക്കലി ഹാപ്പിയാണ്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കലാകാരൻ എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പ്രേക്ഷകനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ട ഒരു സ്പേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്യങ്ങൾ അഭിനയിക്കുമ്പോൾ, നമ്മളല്ലാതെയുള്ള ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഈ സ്വാധീനിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കേണ്ടതാണ് ഡെഫിനറ്റ്ലി. ഞാൻ ആ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, കൊളാബ് ചെയ്യുക, അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മളൊരു ക്രീം പ്രൊമോട്ട് ചെയ്ത് അയാളുടെ ലൈഫ് പോയ എന്ന് പറയുന്നൊരു പെർസ്പെക്റ്റീവ് കാല്, ഞാൻ പറഞ്ഞ ക്രീം അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ പറഞ്ഞു, മൊത്തത്തിൽ എല്ലാ രീതിയിലും സമൂഹത്തിന് ദോഷമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ചിലത് എനിക്കൊന്ന് പലതും പെട്ടുപോകുന്നതെന്ന് തോന്നുന്നു. മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എത്രയൊക്കെ ആലോചിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സിൽ വരാമെന്ന് തോന്നുന്നു. പക്ഷെ ശ്രദ്ധിക്കുക എന്നുള്ള പെർസ്പെക്റ്റീവ് ഉണ്ട്. എനിക്കങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ ആ ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ മെൻ്റലും നമ്മൾ പേഴ്സണലി ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് മാറും. നമ്മളൊരു കലാകാരൻ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത്തരത്തിൽ സ്വയം നവീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. കാരണം ബീയിങ് ക്രിയേറ്റീവ് ആകുന്നു, നമ്മളോരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ആലോചിക്കും. അത് ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ, ട്രൈയിങ് ആണ് എപ്പോഴും, അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ്, ഒരു മോശമായ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഇത്രയും മോശമായിട്ട് ചെയ്യുന്നുണ്ടാവുമോ. അപ്പോൾ റിയലൈസേഷനാണ്. നല്ലതായിട്ട് ചെയ്യുമ്പോഴേ അത് റിയലൈസേഷനാണ്, ഇത്രയും നന്മകളൊക്കെ ഉണ്ടോ എന്ന് റിയലൈസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ആലോചിക്കൂലേ, അപ്പോൾ നമ്മളെങ്ങനെയാണ്, നമ്മളെ ബൗണ്ടറി എവിടെയാണ് എന്ന് ആലോചിക്കാറുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ ഒരു ജോലിക്ക് പോകുന്നു, ഒരു ഓഫീസ് ജോബാണെന്ന് വെച്ചോ, അവർക്കിതൊന്നും ചിന്തിക്കാൻ പറ്റണം എന്നില്ല. നമ്മൾ കുറച്ചുകൂടെ ബ്ലസ്ഡാണ്. നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ ഷെയ്ഡ്സിൽ ചിന്തിക്കുമ്പം നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ അത് കൊണ്ടുവരാനോ അത് കൊണ്ടുവരാതിരിക്കാനൊക്കെ നോക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ബീയിങ് എ കലാകാരൻ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏതൊരു കലാകാരനെ നോക്കിയാലും മനസ്സിലാവും അവരുടെ സ്റ്റാർട്ടിങ് ഉള്ള ഒരു സ്വഭാവമായിരിക്കില്ല. അവർ പോകെ ചേഞ്ച് ആവും, നല്ലതാവും മോശമാവും, രണ്ട് സംഭവിക്കും. പക്ഷെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, ആസിഫിക്ക, അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുണ്ടെന്ന് അറിയാം. പണ്ടത്തെ ഒരു മൈമുകാരനിൽ നിന്ന് ഇന്ന് സിനിമാ നടനിലേക്ക് എത്തി നിൽക്കുവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ, ഈ നമ്മുടെ മുന്നിലുള്ള ആക്ടേഴ്സൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ് രഞ്ജിത്ത് എന്ന ആക്ടറിൽ? ഡെഫിനറ്റ്ലി ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത, കൊച്ചിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത നടൻ എന്ന് പറയുന്നത് മോഹൻലാലാണ്. പക്ഷെ അന്ന് എനിക്ക് അഭിനയം എന്താണെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കുക, ലാലേട്ടൻ്റെ അഭിനയം കാണുക. ആദ്യമായിട്ട് ലാലേട്ടൻ്റെ കണ്ട പടം എനിക്കത് കിലുക്കോ ഒക്കെ ആയിരിക്കും തോന്നുന്നു തിയേറ്ററിൽ കാണുന്നത്. അപ്പം ഈ പെർസ്പെക്റ്റീവിലായിരുന്നു തുടങ്ങിയത്. പുള്ളി ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അഭിനയവും എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പുള്ളി ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്നു. ഏതൊരു സാധാ മലയാളിയെയും പോലെ തന്നെ ഞാനുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള മൈമോ അങ്ങനെ ഡാൻസ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു +1 +2 എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാട്ട് ഈസ് മമ്മൂക്ക എന്നുള്ളത്. അത് ആ സമയത്ത് കിട്ടില്ല. അത് നിങ്ങൾ കുറച്ചുകൂടെ വലുതായി നിങ്ങൾക്ക് ആക്ടിങ് എന്താ നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിലെ ആ നടനെ മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ടുപേര് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്. ഈ രണ്ടുപേര് കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ ഇപ്പോഴും ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മമ്മൂക്ക നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മൂക്ക രാവിലെ പോയി ഡബ് ചെയ്യുന്നു, അപ്പോൾ സൗണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു റിസർച്ചാണ്. അത് പുള്ളി കണ്ടുപിടിക്കുന്നത് ഗൂഗിളിലുള്ള സമയത്തല്ല. ഇത്രയും ഒരു ആക്ടിങ് ജേർണൽസോ അല്ലെങ്കിൽ ഇത്രയും പേര് ആക്ടിങ്ങിനെ കുറിച്ച് പറയുന്നൊരു പോയിന്റിലല്ല ഇത് പുള്ളി കണ്ടുപിടിക്കുന്നത്. പുള്ളി സ്വയം കണ്ടുപിടിച്ചതായിരിക്കണം. ഇങ്ങനെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ പുള്ളി ക്യാരക്ടേഴ്സിനെ കൊടുത്ത്, ഇപ്പോൾ പൊന്തമാട അന്ന് കൊച്ചിലെ കാണുമ്പോൾ ഇത് എന്തൊരു പൂറ് പടം,
എന്ന് അന്ന് ഒരു കൊച്ചു പയ്യൻ എന്നുള്ള ലെവലിൽ നമുക്കത് എൻ്റർടൈനർ ആയിരുന്നില്ല. പക്ഷെ ഇത് വലുതായി നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, എൻ്റെ അമ്മ ഇതൊരു ബൈബിളാണ് പുള്ളി ചെയ്തിരിക്കുന്നത് എന്നുള്ള. പുള്ളി ഹാൻഡ് കവർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫേസ് ചെയ്യാനായിട്ട് ഫേസിൽ ആ ഒരു പ്രായം തോന്നിക്കുക, ഫേസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിടിക്കുക, ഇതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഇതൊക്കെ മമ്മൂക്കയും പറഞ്ഞിട്ടില്ല, ലാലേട്ടനും പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഇതേപോലെ ലാലേട്ടൻ്റെ കേസിൽ ഞാനിത് പറയാൻ കാരണം ഞാനിത് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം ടി പി ബാലഗോപാലൻ എം എക്ക് ശേഷവും മുന്നേയും അതിന് ശേഷമുള്ള ലാലേട്ടൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ടി പി ബാലഗോപാലൻ എം എയിൽ കാണുമ്പോൾ ലാലേട്ടൻ പുതിയതാണ്, ഭയങ്കര പുതിയതാണ്. നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ഞാൻ ടി വിയിൽ കണ്ടിട്ട് പിന്നെ ഒരുപാട് വർഷം കണ്ട് മനസ്സിലാക്കിയതാണ്. അതിൽ പുള്ളി എക്സ്പ്രഷൻസും പുള്ളി ഭയങ്കര ലൈറ്ററായി. ബോൺ ആക്ടർ എന്ന് പറയത്തില്ലേ, ബോൺ ആക്ടർ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബോൺ അസറ്റ്സ് ആണ് ഉണ്ടാകുന്നത് ഒരു നടൻ എപ്പോഴും. ചിരി, കമലഹാസൻ പറയുന്നത് ലാലേട്ടൻ ചിരിച്ച ലൈറ്റ് ഹൗസ് ആണെന്ന് പറയുന്നത് ചിരി, അത് ബ്ലസ്ഡാണ്. കണ്ണുകൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, പുള്ളിയുടെ മാനറിസംസ്, ഇതെല്ലാം പുള്ളിയുടെ ആദ്യമേ ഉണ്ട്. ലാലേട്ടൻ അഭിനയിക്കാത്ത ഇപ്പോൾ ദൃശ്യത്തിൻ്റെ ഒരു പാക്കപ്പ് പരിപാടി വൈറലായില്ലേ, അതിൽ ബാക്കിൽ നിന്ന് ലാലേട്ടൻ ചെയ്യുന്ന സാധനം തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എമ്പുരാനിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട് തമിഴ്, ഭയങ്കര രസമാണ്. അതും ഞാനത് റിപ്പീറ്റ് കണ്ടിട്ടുണ്ട്, ഒരു 100-150 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ഭയങ്കര ബ്ലസ്ഡാണ് ആക്ച്വലി. പിന്നെ പുള്ളി ഭയങ്കര ബ്രേവാണ്. പുള്ളി എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ അസറ്റ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പുള്ളിക്കറിയാം. ഓക്കെ, അപ്പം ഈ 2 പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ പഠിക്കണം. ബീങ് ആൻ ആക്ടർ അത് ചിലപ്പോൾ പറയാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല, കാരണം അവർ പ്രാക്ടീസ് ചെയ്തായിരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവുക, അതിനൊരു തിയറി ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ നമ്മളും അത് കണ്ടുപഠിച്ച് വരിക എന്നുള്ളതാണ്. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല ഉണ്ടെന്ന് തോന്നില്ലേ? ഇപ്പോൾ ആസിഫിക്ക നേരത്തെ പറയാതെ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അത്തരത്തില് കോ ആക്ടേഴ്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ രഞ്ജിത്തിന്റെ? എല്ലാവരും വളരെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആസിക്കയായിട്ടൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ടാവും. അത് ഡെഫിനറ്റ്ലി എന്താ പറയുക, പുള്ളി എപ്പോഴും മീറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. അത് ആസിക്കയോട് ആര് വർക്ക് ചെയ്താലും മനസ്സിലാവും. പുള്ളി നമ്മുടെ ഒരു കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകും. പുള്ളി ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത ഒരു നിമിഷം എന്ന് പറയുന്നത്, തലവൻ്റെ ഷൂട്ട് കഴിഞ്ഞൊരു ദിവസം എന്നെ പുള്ളിയുടെ കാറിൽ കണ്ണവം ഫോറസ്റ്റ് മുതൽ കണ്ണൂർ വരെ വന്ന് പോർത്തൂടിൽ നിന്നും സിനിമ കാണിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ഞാൻ മറ്റൊരു വണ്ടർ വേൾഡിലായിരുന്നു പുള്ളി എന്നെ കൊണ്ടുപോകുന്ന സമയത്ത്. പുള്ളിക്ക് എന്നെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ പുള്ളി അത് ചെയ്യും. ഞാൻ പറയാം, എന്നെ മാത്രമല്ല, ഇപ്പം നിങ്ങൾ ആസിക്കയോട് അഭിനയിക്കുന്ന ഏതെങ്കിലും സിനിമ സെറ്റ് നോക്കി നോക്ക്, അതിൻ്റെ കൂടെ ഉള്ള ഒരാളെന്നല്ല എല്ലാവരെയും പുള്ളി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും. അതൊരു വലിയ കാര്യമാണ്. ഒരു ആ സെറ്റിലുള്ള ബാക്കിയുള്ള ആക്ടേഴ്സിനും അല്ലെങ്കിൽ എനിക്കുമൊക്കെ ഉണ്ടാകുന്നൊരു മൊറയിൽ ഭയങ്കര ഇൻക്രീസ് ആവും. അത് ഭയങ്കര അടിപൊളിയാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ല ഈ ചാൻസ് ചോദിച്ചിട്ടുണ്ടാവുക. ചാൻസ് ചോദിച്ചത്, ചാൻസ് എന്ന് വെച്ചാൽ അയച്ചു കൊടുത്തിട്ട് അതെന്തിനാണ് എനിക്കറിയില്ല. അത് പുള്ളിയുടെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ എടുക്കുന്ന ഒരു ആളാണ്. നമ്മൾ പറയുക എന്നല്ല, സോഷ്യൽ മീഡിയയിൽ അത് പറയുക എന്നല്ല, അല്ലാതെ നമ്മളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ എപ്പോഴും ഭയങ്കര കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക്കാണ്. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. ഞാൻ എല്ലാ സൈഡിൽ നിന്നും 2 പേര് അടി കൂടുകയാണെങ്കിൽ 2 പേരുടെ സൈഡിൽ നിന്നും ചിന്തിക്കാൻ നോക്കാറുണ്ട്. കുറച്ചുകൂടെ ബെറ്ററായി, അതായത് അടിയൊന്നും ഇല്ലാതെ പോവുക, നന്നായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയാറുണ്ട്, നീ ഒരു സൈഡ് നിൽക്കുക ആദ്യം എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ അത് ഒരു സൈഡിലപ്പുറത്തേക്ക് ഞാൻ ചിലപ്പോൾ അയാളുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിക്കും, അയാൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക്കാണ്. ചില സാധനത്തിൽ എനിക്ക് സ്റ്റാൻഡ് ഉണ്ടാവാറുണ്ട്. അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇപ്പോൾ 2025 കളറായിരുന്നു, 2026 വരാൻ പോവുകയാണ്. 2026 പ്രതീക്ഷകളും സിനിമകളും എന്തൊക്കെയാണ്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗൻ ഷാജി കൈലാസ് ദിലീപേട്ടൻ പടമാണ്. ഓക്കെ, അതിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയി. ഇനി ഓൾമോസ്റ്റ് ഒരു 4-5 ദിവസം ബാക്കി കിടപ്പുണ്ട്. ബാക്കി ഇനി വരണം, നല്ല ടീമുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.